സഹൃദയരെ, 10 കന്യകമാരെന്ന സൂപ്പർ ഹിറ്റ് സ്കിറ്റിന് ശേഷം എക്സോൾട്ടേഴ്സ് ചർച്ച് അവതരിപ്പിക്കുന്ന പുതിയ സ്കിറ്റ് മാർത്തയും മറിയയും. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം ആസ്പദമാക്കിയാണ് ഈ സ്കിറ്റ്. തിരക്കുകളും കഠിനാധ്വാനവും നല്ലതാണെങ്കിലും നമ്മുടെ പ്രധാന ലക്ഷ്യമായ യേശുവിൽ നിന്ന് അകന്നു പോകുമ്പോൾ അതെല്ലാം ഫലമില്ലാതാകും. യഥാർത്ഥ സമാധാനം, സന്തോഷം യേശുവിൻ്റെ സന്നിധിയിലാണ്. ഇനി ആ സന്ദേശം നമ്മിലേക്ക് എത്തിക്കുന്ന ഈ സ്കിറ്റ് നമ്മൾക്ക് ഒരുമിച്ച് ആസ്വദിക്കാം. യേശുവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഈ വീട്ടിലെ പണിയൊക്കെ ഒന്ന് തീർത്തിരുന്നെങ്കിൽ എനിക്ക് യേശുവിന്റെ പ്രസംഗത്തിനൊന്ന് വരായിരുന്നു. മാർത്തി, നമ്മൾ യേശുവിന്റെ പ്രസംഗം കേൾക്കാനല്ലേ പോകുന്നത്? നമുക്ക് ഒരുമിച്ച് നമുക്കിന്ന് പോകാം. തീ കത്തിക്കാ, എന്നിൽ തീ കത്തിക്കാ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാ, തീ കത്തിക്കാ. ഇവിടെ തീയും കത്തിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ, അടുപ്പിലൊന്നും കത്തിയിട്ടില്ല. ഞാനിവിടെ ഒറ്റയ്ക്ക് ഇവിടെ പണിയെടുത്ത് എൻ്റെ നടു ഒടിഞ്ഞു. എന്നെ ഒന്ന് സഹായിക്കാൻ ഇവിടെ ആർക്കും വയ്യ. അതൊക്കെ പോട്ടെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നീ മറന്നോ? യേശുവിനെ ഇന്ന് ഡിന്നറിന് ക്ഷണിച്ചിരിക്കുന്ന ദിവസമല്ലേ? ഒരു 10-25 കൂട്ടം കറികളെങ്കിലും ഉണ്ടാക്കണം. അതിൻ്റെ തിരക്കിലാണ് ഞാനൊരു 3 മീൽ കോഴ്സാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് വല്ലതും ഇവിടെ ഉള്ള ആർക്കെങ്കിലും അറിയണോ? എന്താ മാർത്തി നീ പറയുന്നത്? യേശു അല്ലേ നമ്മുടെ വീട്ടിൽ വരുന്നത്? യേശുവിന് 10, 15, 20 കറിയൊന്നും യേശുവിന് വേണ്ട. യേശുവിന് അപ്പവും മീനും ഉണ്ടെങ്കിൽ അത് മതി. അത്തിപ്പഴം ഉണ്ടെങ്കിൽ അതിനേക്കാൾ യേശുവിന് ഏറെ ഇഷ്ടമാകും. ഇത് എങ്ങോട്ടെ ഈ അതിരാവിലെ? നീ അങ്ങ് മറന്നുപോയോ? നമ്മുടെ യേശുവിന്റെ പ്രസംഗം ഇവിടെ ഗലീലയിൽ നടക്കുന്നത്. വളരെ അത്ഭുതങ്ങളാണ് നടക്കുന്നത്. മുടന്തർ നടക്കുന്നു, കുരുടർ കാണുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. എൻ്റെ ലാസറച്ചായ, എനിക്കും വരണമെന്ന് ആഗ്രഹമൊക്കെയുണ്ട്. ഈ വീട്ടിലെ പണിയും കഴിഞ്ഞിട്ട് ഞാൻ എപ്പോൾ വരാനാ? അതൊക്കെ മറന്നോ? നിങ്ങളെല്ലാവരും മറന്നോ? ഇന്ന് യേശുവിനെ ഡിന്നറിന് ക്ഷണിച്ചിരിക്കുമല്ലേ? എന്നാ ശരി മറിയ, നമുക്ക് പോവാം. മാർത്തി, നീ ഞങ്ങളുടെ കൂടെ പോരൂ. മെസ്സേജ് നമുക്ക് യേശുവിന്റെ പ്രസംഗം കേൾക്കാമല്ലോ. എൻ്റെ പൊന്നു മറിയേ, ഞാൻ ഇത്രയും നേരം എന്തുവാ പറഞ്ഞത്? എനിക്ക് യേശുവിന് ഒരു നല്ല വിരുന്ന് കൊടുക്കണം. ഞാൻ അതിനുള്ള പ്രിപ്പറേഷൻസിലാണ്. നിന്റെ അടുത്ത് എത്ര വട്ടം പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന്. നിങ്ങൾ പൊക്കോ. മാർത്തെ, നീ എന്താണ് പറയുന്നത്? യേശു ഗിരിപ്രഭാഷണത്തിൽ എന്താണ് നമ്മളെ പഠിപ്പിച്ചത്? മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിനെ നല്ല യേശു പഠിപ്പിച്ചത്. നീ അതങ്ങ് മറന്നുപോയോ? എൻ്റെ പൊന്നു മറിയേ, ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പൊക്കോ. ഞാൻ ഇവിടെ യേശുവിന് നല്ലൊരു സദ്യ ഒരുക്കട്ടെ. ശരിയെങ്കിൽ ബൈ. പിന്നെ പോവാൻ വരട്ടെ. ഇത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇത് മേടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നാ മതി, അല്ലാതെ ഇങ്ങോട്ട് വരണ്ട. കേട്ടല്ലോ? ഇതൊരു സൂപ്പർ മാർക്കറ്റ് മൊത്തം ഉണ്ടല്ലോ. അത് ഇവിടെ വീട്ടില് സാധനങ്ങളൊന്നുമില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മേടിക്കണം. ചിക്കൻ ഇല്ല, ഫിഷ് ഇല്ല. എനിക്ക് ഈ അന്തരീക്ഷത്തിന് എനിക്ക് ദിവ്യശക്തി ഒന്നും ഇല്ല ഇങ്ങനെ ഉണ്ടാക്കി വെക്കാനൊന്നും. ഞാൻ അത്ഭുതങ്ങളൊന്നും ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വന്നാൽ ഉണ്ടാക്കി തരും. അവനെ വാട്സപ്പിൽ ഇടയ്ക്ക് ഒന്ന് നോക്കിയേക്കണം. ഞാൻ ചിലപ്പോൾ മെസ്സേജ് വല്ല അയച്ചെന്നിരിക്കും. എനിക്കൊരു ഐസ്ക്രീമിൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. അത് ഞാൻ ഇതുവരെ തീർപ്പാക്കിയിട്ടില്ല. പക്ഷെ മെസ്സേജ് ഒന്ന് നോക്കിയേക്കണം കേട്ടോ. ഓക്കെ, ശരി, എന്നാ പോയിട്ട് വരാം. ശരി. മാർത്തെ, ഞാൻ ഒന്നുകൂടെ ചോദിക്കുക, നീ ഒന്നുകൂടെ വരുന്നോ യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ? എൻ്റെ പൊന്നു മറിയേ, ഞാൻ ഇതിൽ കൂടുതൽ എന്താണ് നിന്നോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ ഒരു പണി 2 പേരും ചെയ്യില്ല. ഞാൻ മാത്രമാണ് പണി ചെയ്യുന്നത്. എന്നിട്ടാണ് അവൾ പിന്നെയും എന്നെ വിളിക്കുന്നത്. നമുക്ക് പോകാം. നിക്ക് മറിയേ, ആരെങ്കിലും എന്നെ കുറിച്ച് ചോദിക്കുവാണെങ്കിൽ ഞാൻ വീട്ടിലിരുന്ന് സൂമിലോ യൂട്യൂബിലോ എല്ലാം കാണുന്നുണ്ടെന്ന് പറഞ്ഞേക്കണം. കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട, കേട്ടല്ലോ? ഓ ശരി. പിന്നെ വേറൊരു കാര്യമുണ്ട്.
നീയേ എന്തെങ്കിലും അത്ഭുതം വല്ലതും നടക്കുവാണെങ്കിൽ ഇൻസ്റ്റയിൽ ഒന്ന് പോസ്റ്റ് ചെയ്തേക്കണം, എന്നെ കൂടെ ഒന്ന് ടാഗും ചെയ്തേരെ കേട്ടോ, ഞാൻ ലൈക്ക് അടിക്കാം. ശരി, ബൈ. അതെ, നിനക്ക് എന്ത് പറ്റിയടി? നടക്കാനൊന്നും വയ്യേ? വടിയൊക്കെ കുത്തിപ്പിടിച്ചാന്നോ ഈ നടക്കുന്നേ? പക്ഷെ നല്ല വടിയാണല്ലോ. നീ അങ്ങ് തൊടാതെ. എനിക്ക് നടക്കാനൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിനക്ക് തോന്നുന്നതാ. ഇതില്ലേ, ഇത് നിനക്ക് മനസ്സിലായില്ലേ? ഇത് മോശയുടെ അംശവടിയാണിത്. മറ്റേ നമ്മുടെ തോമസൻ റാക്കലില്ലേ, പുള്ളിയുടെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ചാ നമുക്ക് ഇച്ചിരി പത്രാസ് കാണിക്കാന്നേ. ആ ഓക്കെ, ശരി ശരി. അതെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, സുഖമായിട്ടിരിക്കുന്നടി. നീ എന്താ ചെയ്യുമായിരുന്നു? എടി ഞാനാണെങ്കിലുണ്ടല്ലോ പ്രാർത്ഥനയിലായിരുന്നു. ചില സമയത്ത് പ്രാർത്ഥിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ആര് വന്ന് വിളിച്ചാലും അറിയല്ലടി, ഞാൻ ഇങ്ങനെ അങ്ങ് ഇരിക്കും, ഒന്നും അറിയത്തില്ല. പിന്നെ അതൊക്കെ പോട്ടെ. എന്നാ നീ ഒരു കാര്യം ചെയ്യും, നീ പ്രാർത്ഥിച്ചോ, ഞാൻ പിന്നെ വരാം. അയ്യോ അങ്ങനെ പറയരുത്. അല്ല, ഞാനായിട്ട് നിന്റെ പ്രാർത്ഥന മുടക്കല്ലേ? അങ്ങനല്ല ഞാൻ പറഞ്ഞത്. പ്രാർത്ഥന നമുക്ക് പിന്നെ ആകാലോ. നീ പറയടി, വിശേഷങ്ങളൊക്കെ പറ. ഓ, എന്നാ പറയാനടി, ഭയങ്കര തിരക്കാ. കൊച്ചിന് സ്കൂളിൽ പോകണം, സ്കൂൾ കഴിഞ്ഞ് സ്വിമ്മിങ് ക്ലാസ്, എന്താ പരിപാടിയാണെന്നറിയോ? അല്ല, നീ പോയില്ലേ യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ? അതെ, ഇന്നത്തെ പ്രത്യേകത ഒരു പ്രത്യേക ദിവസമായിരുന്നു. ഇന്ന് യേശുവിനെ ഞങ്ങൾ ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു 5 സ്റ്റാർ മീലാണ് പ്ലാൻ ചെയ്യുന്നത്. അതിന്റെ തിരക്കിലായിരുന്നു ഞാൻ ആക്ച്വലി. ഓക്കെ, അല്ല അതൊക്കെ പോട്ടെ, നീ എന്താണ് പോവാഞ്ഞത്? ഞാനല്ലേ, അതെ, ഇപ്പം നമുക്ക് ഈ എക്സോൾട്ടേഴ്സിന്റെ കൺവെൻഷൻ നടന്നില്ലേ, അതുപോലെ 2 ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് പോവായിരുന്നു. ഇത് അങ്ങനെ വല്ലതും ആണോ? ഇത് 10-15 ദിവസമുണ്ട്. ഇനിയൊന്ന് പറ, കൊച്ചിന് സ്കൂളും ഈ സ്വിമ്മിങ് ക്ലാസ്സും, പിന്നെ ഞാൻ എന്തോ വെച്ചാൽ ഞാൻ വല്ല സൂമിലോ യൂട്യൂബിലോ വല്ലതും കാണാം. നീ പറ, കൊച്ചിന്റെ പരീക്ഷയാണോ വലുത്, പ്രസംഗമാണോ വലുത്? പരീക്ഷയല്ലേ? അല്ലയോ? അല്ലയോ? പരീക്ഷ തന്നെയാ. പിന്നെ വേറെ എന്നാ ഉണ്ട്? എന്തോ അടി ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. നീയേ ഇച്ചിരി നേരം ഇരുന്ന ഞാൻ ഇച്ചിരി കാപ്പി ഇട്ട് തരാം. ഓ, കാപ്പിയൊന്നും വേണ്ടടി. നീ ഇല്ലേ പിന്നെ ഈ ഇൻസ്റ്റാഗ്രാം നോക്കിയായിരുന്നോ രാവിലെ? ഇൻസ്റ്റയോ? ഇല്ലല്ലോ, നോക്കിയില്ലല്ലോ. ഞാൻ ഇന്നലെ നോക്കിയത്. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഇതൊന്നും എടുക്കത്തില്ല, ഞാൻ നോക്കത്തേ ഇല്ല അങ്ങോട്ട്. എന്നാ പിന്നെ അതങ്ങ് ഡീആക്ടിവേറ്റ് ചെയ്തോടെ നിനക്ക്? അല്ല, അത് അങ്ങനെ പറ്റും. നമുക്ക് അറിയണ്ടായോ നാട്ടിൽ നടക്കുന്നത്? ഞാൻ എന്നാ പറയാൻ കാരണം എന്നറിയോ, നമ്മുടെ തേനു കാലിക്കറി പോയില്ലേ, അവള് കുറച്ച് ഫോട്ടോസ് ഇട്ടായിരുന്നു കഴിഞ്ഞ ദിവസം. എന്നാ പത്രാസം നീ കാണണം. ഞാൻ ലൈക്ക് അടിച്ചില്ല, നീ അടിക്കണ്ട. എടി ഞാൻ ലൈക്ക് അടിക്കത്തില്ല, അല്ലേലും അവക്ക് ഞാൻ ലൈക്ക് കൊടുക്കത്തില്ലടി, പണ്ടേ അങ്ങനാ. ആണല്ലേ? എന്നാ പിന്നെ ഞാനങ്ങ് പോട്ടെ, എനിക്കാണെങ്കിൽ ഒത്തിരി തിരക്കാ. പിന്നെയും കൊച്ചിനെ സ്കൂളിൽ വിടണം. സ്കൂളിൽ നിന്ന് ഇപ്പോൾ വരും അവനെ വന്നിട്ട് സ്വിമ്മിങ്ങിന് പോകണം. പിന്നെ എനിക്കില്ലേ സുംബയുണ്ട്, അത് കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് അതുകൊണ്ടാ സുംബയ്ക്ക് പോന്നെ, വേറൊന്നും കൊണ്ടല്ല. എന്നാ ശരി, നീ നടക്കട്ടെ. നീ ആ ഇൻസ്റ്റ ഒന്ന് നോക്കി തരാം, അവളെ കാണാം. ഞാൻ നോക്കിയേക്കാം. എന്നാ ഞാൻ പോട്ടെ. യേശു വരുമ്പോ അന്വേഷണം പറഞ്ഞു തരും. അയ്യോ ശരി. അവളും അവിടെ ഒരു വടിയും. അയ്യോ, ഇതാരാ? റെബേക്കയും സൂസന്നായോ? എന്താ ഉണ്ട് വിശേഷം? നിന്നെ കണ്ടില്ലല്ലോ പ്രാർത്ഥനയ്ക്ക്. മറിയയും ലാസറൊക്കെ വന്നല്ലോ, നിന്നെ കൊണ്ടുപോയില്ലയോ? എടി എന്തോ പറയാനാ, ഇന്നത്തെ വിശേഷ ദിവസമല്ലയോ. ഇന്നത്തെ ദിവസത്തിൽ എന്ത് പ്രത്യേകത എന്ന് വെച്ചാൽ യേശുവിനെ ഞങ്ങൾ ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പണി ആരും എടുക്കത്തില്ലടി, അതല്ലേ പ്രശ്നം. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട പ്രസംഗമായിരുന്നെന്നറിയാവോ, നീ മിസ് ചെയ്തു. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ അനുഗ്രഹമായിട്ടൊന്നും തോന്നിയില്ല. കുറേ ദിവസമായിട്ട് ഇത് തന്നെയല്ലയോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാൻ ആ പാസ്റ്റർ പറഞ്ഞതിനെ തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. അല്ലെങ്കിൽ നീ പ്രസംഗം കേൾക്കാനല്ലോ വരുന്നത്, ഫുഡ് കഴിക്കാനല്ലേ വരുന്നത്. എടി ഞാനിപ്പോൾ ഡയറ്റിങ്ങാണ്, നീ ഒന്ന് പോടി. എടി അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നിനക്ക് എന്തോ പറ്റിയിട്ട് നിൻ്റെ മുഖമൊക്കെ അങ്ങ് വാടി, സ്കിൻ കെയർ ഒന്നും ചെയ്യുന്നില്ലയോ, നിൻ്റെ മുടിയൊക്കെ അങ്ങ് റഫായി പോയല്ലോ കുഞ്ഞേ. അത് എടി നിനക്കറിയുമോ, ഞാൻ ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുവാടി. എനിക്ക് ഈ അടുക്കളയിൽ നിന്ന് മാറാൻ സമയമില്ല. അവിടുത്തെ കരിയും പുകയും കൊണ്ട് ഞാൻ ആകെ ഒരു കോലമായിടി. നീ എന്നെ നോക്ക്, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എവിടെ സ്കിൻ കെയർ ചെയ്യാനാടി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, നീ
പണിയുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. അയ്യോ അതല്ല, പോവല്ലേ. എനിക്ക് അങ്ങനെ വലിയ വയ്യായ്മയൊന്നുമില്ല. നമുക്ക് ഇച്ചിരി നേരമൊക്കെ സംസാരിച്ചിട്ട് പോയാൽ മതി. നിനക്ക് വലിയ തിരക്കാണ്, നീ അങ്ങ് പൊക്കോ. എനിക്ക് കുറച്ച് കാര്യം നിന്നോട് പറയാനുണ്ട്. നീ നമ്മുടെ ചർച്ചിലെ കാര്യം വല്ലോ അറിഞ്ഞോ? എങ്ങനെ അറിയാനാ എൻ്റെ പൊന്നു കുഞ്ഞ്? ഇവിടെ ഉള്ളത് 2 പ്രാർത്ഥനക്കാര്. ഞാൻ ആത്മീയ കാര്യമല്ല അതൊന്നും ഇവിടെ വീട്ടിൽ കേൾക്കുന്നില്ല. എന്തോ കുഞ്ഞേ, അവിടെയാണ് പ്രശ്നം. നീ നമ്മുടെ ചർച്ചിലെ ആ റീമേഞ്ചറിനുമില്ലേ 24 മണിക്കൂറും കറക്കുക. ഇതിനൊക്കെ ജോലി ഉണ്ടെന്ന് പറയുന്നത് സത്യമാണോ? എനിക്കൊരു ഡൗട്ട് പണ്ടേ ഉണ്ടായിരുന്നു. അവളൊരു ചായ കുടിക്കണേ ലണ്ടനിൽ പോകും. അവള് കിച്ചണറിലല്ലേ അവിടെ താമസിക്കുന്നേ? ഇവിടെ എന്തോ ചെയ്യാനാ ഇതിനൊക്കെ? എന്തേലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഒരു വ്ലോഗ് ഇട്ട് അങ്ങിരിക്കും അവള്. 2 പേരും കൊള്ളാം അല്ലയോ? 2 കൊള്ളാം. അതെ. പിന്നെ വേറൊരു കാര്യം നീ നോട്ടീസ് ചെയ്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ എക്സോൾട്ടേഴ്സ് ചർച്ചിന് കുറച്ച് വ്യൂസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് നമ്മുടെ ചർച്ചിൽ. ലൈവ് ഇച്ചിരി കൂടിയിട്ടുണ്ട്, വ്യൂസ് ഒക്കെ ഇച്ചിരി കൂടിയിട്ടുണ്ട്. എന്തുവാ കാര്യമെന്നറിയാമോ? നമ്മുടെ ഓർഗൻ വായിക്കുന്ന കൊച്ച് അവൻ ഇച്ചിരി മസിൽ കൂടുതലാ. അതെ ഞാനൊരു ദിവസം ഉണ്ടല്ലോ അവരുടെ വീട്ടിലൊന്ന് പോയി. എന്തുവാ രഹസ്യം എന്ന് അറിയണമല്ലോ, നമുക്കങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ. അവൻ ജിമ്മിൽ പോകുന്നുണ്ടടി. അത് മാത്രമല്ല, അവനെ സാമി മോന് ചിക്കൻ ഭയങ്കര വീക്ക്നെസ്. ആദ്യം എപ്പോഴും ചിക്കൻ എടുത്ത് വെച്ചാൽ അപ്പം വറുത്ത് കഴിക്കും. അത് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഇപ്പോൾ അവിടെ ചിക്കൻ മേടിക്കുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളിങ്ങനെ വെറുതെ ഇല്ലാത്തതൊന്നും പറയാതെ നമ്മൾ എപ്പോഴും നമ്മൾ പറയുന്ന വാക്കിന് ശ്രദ്ധയുള്ളവരായിരിക്കണം. ഇതിനൊക്കെ ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു സമയമുണ്ട്. പിന്നെ ഒരു വിശുദ്ധ വന്നേക്കുന്നു, നമുക്കറിയാമെന്നല്ല അവിടെ കാര്യങ്ങളും. എടി പിന്നെ ആ ചൊനേനമറ്റത്തെ അൻസുല്ലേ, അവൾക്കൊരു ജോലി കിട്ടിയടി. എന്തോ വലിയ ഉദ്യോഗം കേട്ടോ, വലിയ ബാങ്കിലാ അവള്. അല്ലേലേ അവക്കൊന്ന് നോക്കി ഇതന്നെ ചിരിക്കത്തില്ല ഇങ്ങനെ. ഇങ്ങനെ നിക്കത്തേ ഉള്ളു അവള് ഫുള്ള് ചിരിക്കുകയല്ലോ അവള്. അല്ലേലേ അങ്ങതാ. ഇനിയിപ്പം എവിടെ ആര് വലിയ ബാങ്കിലെങ്ങാണ്ടാണ് എന്തൊക്കെ കാണണേ ദൈവമേ. പിന്നെ ആ സൗമ്യ സിസ്റ്റർ അല്ലേ, പുള്ളിക്കാരി ഒരു ലൈസൻസ് ഒക്കെ എടുത്തു. എൻ്റെ അടി കഴിഞ്ഞ ദിവസം ആ 401 കൂടെ 100 ഒരു പോക്ക് ഞാനങ്ങ് നിശ്ചലമായി. എടി നീ കേക്കണം, കഴിഞ്ഞ ആഴ്ച അച്ചായനെയും മുന്നിലിരുത്തിക്കൊണ്ട് പുള്ളിക്കാരത്തെ ഒന്ന് ഓടിച്ചിട്ടുണ്ട്. അച്ചായനിങ്ങനെ പേടിച്ചിരിക്കുവായിരുന്നു. ഞാനത് കണ്ടപ്പോ പോട്ടെ പാവല്ലേ പോട്ടെ. പിന്നെ ഞാനന്ന് കൈയൊക്കെ അടിച്ച് പ്രോത്സാഹിപ്പിച്ചു. എടി പിന്നെ നമ്മുടെ അവറാച്ചാന്റെ മോളില്ലയോ, നീ ഒന്നും ഉണ്ടായിരുന്നു. ഇവരുടെ കല്യാണം ഒന്നും നടക്കുന്നില്ല കേട്ടോ, എന്തോ പ്രശ്നമുണ്ട്. എനിക്ക് നേരത്തെ തോന്നിയതാ. അല്ല അവളെ കണ്ടാലേ അറിയാം. അവളെ എന്തോ ഡ്രസ്സൊക്കെ എന്തോ അടിയിട്ടേക്കുന്നേ. എനിക്കിഷ്ടമല്ല അവിടെ കളർ സെൻസ് ഒന്നും കേട്ടോ. എൻ്റെ മാർത്ത ഇങ്ങനെ പരദൂഷണം പറയാതെ. കഴിഞ്ഞ ആഴ്ച യേശു നമ്മളെ എന്താ പഠിപ്പിച്ചത്? ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന്. പിന്നെന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എടി ഇത് പരദൂഷണമൊന്നും അല്ല, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഓരോ വിഷയങ്ങൾ പറയുന്നത്. അതെ, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ലേ പറയുന്നത്. അതൊക്കെ പോട്ടെ, നിങ്ങൾക്ക് കാപ്പി എടുക്കട്ടെ? വേണ്ട, ഞങ്ങൾ പോകാം. നിനക്ക് ഒത്തിരി പണിയില്ലേ? അയ്യോ ഇല്ല, ഞങ്ങൾ നിന്നെ സഹായിക്കട്ടെ കുറച്ച്. അതെ വെജിറ്റബിൾസ് ഒക്കെ അറിയാനുണ്ട്. അത് ഞാനിവിടെ ആളെ തപ്പിയിരിക്കും, ഞാൻ എടുത്തോണ്ട് വരട്ടെ? അയ്യോ എടുക്ക്, നമ്മളെല്ലാം എടുക്കട്ടെ. ഞാൻ ഇപ്പോഴാ ഓർത്ത് എനിക്ക് കൊച്ചിനെ ക്ലാസ്സിൽ നിന്ന് വിളിക്കാൻ നേരം ഞാൻ അങ്ങ് പൊക്കോട്ടെ കേട്ടോ. എങ്കിൽ ശരി, ഓക്കെ. പക്ഷെ നമുക്ക് അവളെ സഹായിക്കാറ്. പിന്നെ എൻ്റെ കയ്യിലെ മാനിക്യൂർ എല്ലാം അവളെ സഹായിക്കും. മാർത്തേ, വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞോ? ഒന്നും ആയിട്ടില്ല കേട്ടോ, ഒന്നും. ഞാനങ്ങ് ബിസി ആയിപ്പോയി. ഇവിടെ വിരുന്നുകാരൊക്കെ ഒത്തിരി പേര് വന്നു. ഞാനാണെങ്കിൽ അവിടെ ഫേസ്ബുക്കൊന്നും നോക്കിയില്ല കേട്ടോ. ഞാൻ അവിടെ ചുമ്മാതെ ഇങ്ങനെ അവരുടെ അടുത്ത് സംസാരിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് ഒരുമിച്ച് ജോലി ചെയ്യാം. എനിക്ക് അപ്പോഴേ അറിയാം നീ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും നോക്കി നീ സമയം കളഞ്ഞു. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ എങ്ങനെയാ പഠിപ്പിച്ചത് നിനക്ക് വല്ല അറിവുണ്ടോ? നമ്മളെ എത്ര കഷ്ടപ്പെട്ടാണ് അവർ വളർത്തിയത്? നീ എത്ര സമയം വേസ്റ്റ് ചെയ്തു ഇത് നോക്കി? എൻ്റെ പൊന്നോ, ഞാനൊരു കാര്യം പറയട്ടായോ. ഇവിടുത്തെ ജോലിയെല്ലാം ഞാൻ ചെയ്യണം. 2 പേര് ഒന്നും അറിയണ്ട, രാവിലെ അങ്ങ് പോയേച്ചാലും മതി. ഞാൻ വേണം ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുവാൻ. അതൊക്കെ പോട്ടെ,
സാധനങ്ങൾ മുഴുവൻ കിട്ടിയോ? ആ കെട്ടി നോക്കട്ടെ. എല്ലാം ഉണ്ട്. ഇവളുമാരെ കൊണ്ടൊന്നും നടക്കാൻ തോന്നുന്നില്ല. ഞാൻ യൂബറീസ് ഒന്ന് നോക്കട്ടെ. ഹലോ അന്ത്രയോസേ, എടാ നമ്മുടെ കമ്മിറ്റി കൂടുമ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. 12 പേരല്ലേ നമ്മളുള്ളൂ. ആ പണപ്പെട്ടി അവൻ്റെ കയ്യിൽ കൊടുക്കണത്ര ശരിയല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് നീ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ ശരിടാ. ആ, പീറ്റർ എന്തോ ഉണ്ട്, ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. അയ്യോ മാർത്തെ ഒന്നും പറയണ്ട, എന്നാ തിരക്കാന്നറിയാം. അപ്പച്ചി എന്തിയെ? അയ്യോ അതറിഞ്ഞില്ലേ? അപ്പൊ നീ ഏത് സമയത്തൊക്കെ കുത്തിക്കൊണ്ടിരിക്കണയാണ്, നിനക്ക് മനസ്സിലായില്ലേ? എന്ന് വെച്ച് വാട്സപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ പീറ്ററിന്റെ അമ്മായിയമ്മയ്ക്കോ പനിയാന്നോ, അതുകൊണ്ടാ പീറ്റർ വരാതെ. അയ്യോ എന്റെ പീറ്ററച്ചായോ, സോറി പീറ്ററച്ചായോ, ഞാൻ കണ്ടില്ലത്. ആ അതൊക്കെ പോട്ടെ. വേറെ എന്നാ ഉണ്ട് വിശേഷങ്ങളൊക്കെ? നീ ഇവിടെ ഭയങ്കര സദ്യയൊക്കെ ഒരുക്കുവാന്ന് കേട്ടല്ലോ. അതെ അച്ഛാ, ഞാൻ ഇവിടെ നല്ല സദ്യ ഒരുക്കാണ്. നമ്മളൊന്നും പറയിക്കരുത് കേട്ടോ. അങ്ങ് അത് എല്ലാരും അറിഞ്ഞല്ലോ. പീറ്ററച്ചായൻ പിന്നെ എങ്ങനെ അറിഞ്ഞത്? എന്നാ ആകെ ഇത് അലങ്കോലായിട്ട് കിടക്കണം. ഇങ്ങനെയാണോ ഒരു വീട് ഇടുന്ന മാർത്തെ? ഒരാട് വീട്ടിൽ കയറി വന്നിട്ട് ഇങ്ങനെയാണോ പീറ്ററച്ചായ പറയേണ്ടത്? അത് എന്റെ മുഖത്ത് നോക്കി. പിന്നെ അല്ലാണ്ട് ഇങ്ങനെ വീട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയല്ലേ ചോദിക്കേണ്ടത്? അല്ല പീറ്ററച്ചായൻ അറിയത്തില്ലേ ഈ വീട്ടിലെ ജോലിക്കാരെ മുഴുവൻ എന്റെ തലയിലാണെന്ന്? ഒരു നല്ല രീതിയിൽ ഒരു കാര്യം പറഞ്ഞതിന് ഇപ്പൊ ഞാൻ തെറ്റുകാരനായി. ഇവിടെ എല്ലാം പ്രാർത്ഥനക്കാരാ. ഞാൻ എന്നാ ചെയ്യാനാ? എന്റെ പണി ചെയ്യണ്ടേ ആരെങ്കിലും? ഗുരു, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. അടിയൻ വളരെ കഷ്ടത്തിലാണ്. അടിയനെ ഇവിടെ സഹായിക്കാൻ ആരുമില്ല. അടിയൻ വളരെ ബലഹീനതയിലാണ് കൂടെയാണ് പോകുന്നത്. അടിയനെ ഇവിടെ ഉച്ചയ്ക്ക് കിടന്ന് ജോലി ചെയ്ത് മടുത്തു. അടിയനെ ഒന്ന് സഹായിക്കാൻ അങ്ങ് മറിയോടൊന്ന് പറയണം. മാർത്തേ മാർത്തേ, നീ പലതിനെയും കുറിച്ച് വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് ആരും എടുക്കുകയുമില്ല. പ്രിയരെ, ആത്മീക കാര്യങ്ങൾക്ക് ഭൗതിക കാര്യങ്ങളെക്കാൾ പ്രാധാന്യം നൽകേണ്ടത് വളരെ ആവശ്യമാണ്. ക്ഷണികമായ ലോക കാര്യങ്ങളെക്കാൾ എന്നെന്നും നിലനിൽക്കുന്ന ആത്മീക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. അതിലൂടെ നമുക്ക് യേശുവിൽ യഥാർത്ഥ സമാധാനവും വിശ്രമവും നേടാൻ സാധിക്കും. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. Thank you.